ഹായ് ഓൾ, വെൽക്കം ടു അമോയ്സ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നിമി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ. നമ്മളിന്ന് BMCയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഗ്രേഡ് 2, ഗ്രേഡ് 3 എക്സാംസ് നിമിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നതെന്ന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതലും ITI ഡിപ്ലോമ ലെവലിലെ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ അവരുടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള നിമി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരുപാട് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലേ ഈസ് വെറ്റ് വിത്ത് വാട്ടർ ഇറ്റ് പ്രോസസ്. ക്ലേ ഈസ് വെറ്റ് വിത്ത് വാട്ടർ ഇറ്റ് പ്രോസസ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, ഡ്യൂറബിലിറ്റി. സെക്കൻഡ് ഓപ്ഷൻ, സ്റ്റീനസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. തേർഡ് ഓപ്ഷൻ, പ്ലാസ്റ്റിസിറ്റി. ഫൈനൽ ഓപ്ഷൻ, ടീനസിറ്റി. അപ്പൊ നമുക്ക് ഇതിൽ 2-3 ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കും ഇതായിരിക്കും കറക്റ്റ് എന്ന് നമുക്ക് തോന്നും അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ ക്ലേയില് വെള്ളം നനയ്ക്കുമ്പോഴത്തേക്കും അത് കാരണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാരണം ചേഞ്ച് ആവുന്ന ആ ഒരു പ്രോപ്പർട്ടി, ക്ലേക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രോപ്പർട്ടി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്ലേയിൽ വെള്ളം നനയ്ക്കുന്നത് നമ്മൾ കൂടുതലും ബ്രിക്ക് പഠിക്കുന്ന ആ ഒരു ടൈമിലാണ് നോക്കി കാണാറുള്ളത്. നമ്മള് മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ, ടെമ്പറിങ് ആണെന്ന് പഠിക്കാറുണ്ട് അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലേയിൽ നമ്മൾ വെള്ളം മിക്സ് ചെയ്യുന്നത്? പ്ലാസ്റ്റിസിറ്റി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും മൗൾഡില് അല്ലെങ്കിൽ മൗൾഡിങ്ങിന് നമുക്ക് ഫിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലേയിൽ വാട്ടർ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലേയിൽ വാട്ടർ മിക്സ് ചെയ്യുന്നതിന് ഈ ടെമ്പറിങ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ഈ ടെമ്പറിങ്ങിനെ നമ്മൾ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നീഡിങ് എന്നും പഗ്ഗിങ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടറിനെയാണ് നമ്മൾ നീഡിങ് എന്ന് പറയുന്നത്. പഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടറിനെയാണ് നമ്മൾ പഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ടെമ്പറിങ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലാസ്റ്റിസിറ്റി ഒബ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ടീനസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി കൂടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനിൽ എടുത്തു പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ക്ലേയിൽ വാട്ടർ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലേക്ക് ടീനസിറ്റി എന്നും പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന 2 പ്രോപ്പർട്ടി എക്സിബിറ്റ് ആവുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ടീനസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇവിടെ ഈ ഒരു ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, ടീനസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് നോക്കാം. The clay occurs plenty in nature when it is made wet with water, possesses a high degree of tenacity and plasticity. നമ്മൾ ക്ലേയില് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അല്ലെ? നാച്ചുറൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ ഇതിലോട്ട് നമ്മൾ വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇതിലോട്ട് പ്ലാസ്റ്റിസിറ്റിയും അതോടൊപ്പം തന്നെ ടേനസിറ്റിയും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്ലേയിൽ നമ്മൾ വെറ്റ് വിത്ത് വാട്ടർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ക്ലേയിൽ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ടേനസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് എ ബ്രിക്ക് ഈസ് ഡാഷ് പെർസെന്റേജ്. അപ്പൊ നമ്മുടെ വാട്ടർ അബ്സോർപ്ഷൻ ക്വാണ്ടിറ്റി ഓഫ് എ ബ്രിക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക്, ഇതിന്റെയൊക്കെ വാട്ടർ അബ്സോർപ്ഷൻ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിലെ ആൻസേഴ്സ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് 20%, 22%, 16%, 25%. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16% ആണ്. നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നും തന്നെ മെൻഷൻ ചെയ്യാതെ, ഫസ്റ്റ് ക്ലാസ് എന്നോ സെക്കൻഡ് ക്ലാസ് എന്നോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് എ ബ്രിക്ക് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ 16% ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആൻസർ ഒന്ന് പറയാം. നമ്മുടെ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് എ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഡാഷ് പെർസെന്റേജ്, ദാറ്റ് മീൻസ് 16% ആണ് നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം. ഇനി നമ്മുടെ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള വാട്ടർ അബ്സോർപ്ഷൻ കൂടെ നോക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോണിന്റെ വാട്ടർ അബ്സോർപ്ഷൻ കൂടെ ഒന്ന് നോക്കാനുണ്ട്. സ്റ്റോണിന്റെ വാട്ടർ അബ്സോർപ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ, അല്ലെങ്കിൽ ലെസ് ദാൻ എത്രയാണ് വരുന്നത്? 5% ആണ് വരുന്നത്. ഈ 2 വാല്യൂസും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം.
water absorption of a brick should be less than 16%. Water absorption of a stone is less than 5%. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് നമ്മളിപ്പോ ഈ രണ്ട് പോയിന്റ്സും പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എ ബ്രിക്കില് നമുക്ക് ആ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ, നമ്മുടെ വാട്ടർ അബ്സോർപ്ഷൻ ഓരോ ക്ലാസ്സുകൾക്കും ഡിഫറെന്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ വാട്ടർ അബ്സോർപ്ഷൻ റേഞ്ച് ആണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നമ്മുടെ ബ്രിക്കിനെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതില് വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20% ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാവുന്നതാണ്? അതിന് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയാവുന്നതാണ്. വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20% ആണെങ്കിൽ അതിനെ എന്ത് പറയാം? നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയാം. വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി അല്ലെങ്കിൽ 20 to 22% അല്ലെങ്കിൽ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 22% ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ക്ലാസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാം. വാട്ടർ അബ്സോർപ്ഷന്റെ റേഞ്ച് 22 to 25% ആണെങ്കിൽ അതിന് നമുക്ക് തേർഡ് ക്ലാസ് എന്ന് പറയാവുന്നതാണ്. അതേസമയം വാട്ടർ അബ്സോർപ്ഷൻ ഗ്രേറ്റർ ദാൻ 25% ആണെങ്കിൽ അത് ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതില് വാട്ടർ അബ്സോർപ്ഷന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും നമുക്ക് 20% എന്ന് പറഞ്ഞ ആൻസർ ചൂസ് ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 16% എന്ന് പറയുന്ന ആൻസർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ ഒരു ക്ലാസ് പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്തും കൂടെ നോക്കാനായിട്ടുണ്ട് അല്ലേ? അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് കൂടെ നോക്കാം. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ 10.5 തൊട്ട് 14 Newton/mm² ആയിരിക്കും. അതേസമയം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 7 Newton/mm² ആയിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3.5 Newton/mm² ആയിരിക്കും. ഫോർത്ത് ക്ലാസ് ബ്രിക്കിനെ നമ്മൾ ജാമ ബ്രിക്ക് എന്നറിയപ്പെടും. അവയുടെ കംപ്രസീവ് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഫൗണ്ടേഷൻ ഫില്ലിങ് അല്ലെങ്കിൽ റോഡ് മെറ്റൽസ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കംപ്രസീവ് സ്ട്രെങ്തിനെ ബേസ് ആയിട്ട് രണ്ട് പോയിന്റ്സ് കൂടെ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു പോയിന്റ്സ് ഉണ്ട്. അതായത് ഒരു ഓർഡിനറി വർക്കിന് അല്ലെങ്കിൽ മേസണറി വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രിക്കുകളുടെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്രയെന്ന് പറയാറുണ്ട്. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ ഓർഡിനറി വർക്ക് അല്ലെങ്കിൽ മേസണറി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷുഡ് ബി 5.5 Newton/mm² ആയിരിക്കും. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 5.5 Newton/mm². അതായത് ഗ്രേറ്റർ ദാൻ 5.5 Newton/mm² ഉള്ള ബ്രിക്കുകളായിരിക്കും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഓർഡിനറി വർക്കുകൾക്ക് അല്ലെങ്കിൽ മേസണറി വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഫോർ എ ബ്രിക്ക് യൂസിങ് ഓർഡിനറി ബ്രിക്ക് അല്ലെങ്കിൽ മേസണറി വർക്ക് എന്ന് പറഞ്ഞാൽ 5.5 Newton/mm². അതേസമയം ഓർഡിനറി വർക്കെന്നോ മേസണറി വർക്കെന്നോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവയുടെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 3.5 Newton/mm² ആയിരിക്കും. വെറുതെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 Newton/mm² ആയിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് IS കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, IS കോഡ് ഫോർ ബ്രിക്ക് എർത്ത് ഈസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. IS കോഡ് ഫോർ ബ്രിക്ക് എർത്ത് ഈസ്. നമുക്ക് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കാം. IS 1077, IS 2212, IS 2117, IS 4885. അപ്പൊ 4 ഓപ്ഷൻസും നമുക്ക് കേട്ട് പരിചയമുള്ള ഓപ്ഷൻസ് ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. IS 2117 ആണ്. അപ്പൊ ചിലർക്ക് ഒരു ഡൗട്ട് തോന്നാം, ബ്രിക്ക് എർത്തിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ IS 2117 ആണ്, ബ്രിക്ക് എർത്തിന്റെ കോഡ്. അതേസമയം IS കോഡ് ഫോർ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS 1077 എന്ന് പറയുന്ന കോഡാണ് IS കോഡ് ഫോർ ബ്രിക്ക് എന്ന് പറയുന്നത്. എന്നാൽ IS കോഡ് ഫോർ ബ്രിക്ക് മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS 2212 ആണ്. IS കോഡ് ഫോർ ബ്രിക്ക് മേസണറി എന്ന് പറഞ്ഞാൽ IS 2212 ആണ്. IS കോഡ് ഫോർ സീവർ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4885 ആയിരിക്കും. IS 4885 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ എല്ലാ ബ്രിക്കിന്റെ കോഡുകൾ തന്നെയാണ്, കേട്ടിട്ടുള്ള കോഡുകളാണ്. പെട്ടെന്ന് നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബ്രിക്ക് എർത്തിന്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS 2117 ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, പെർസെന്റേജ് ഓഫ് എ സിൽറ്റ് കണ്ടന്റ് ഇൻ ബ്രിക്ക് എർത്ത്. ബ്രിക്ക് എർത്തിലുള്ള പെർസെന്റേജ് ഓഫ് എ സിൽറ്റ് കണ്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. 20 to 30%, 20 to 25%, 7%, 50 to 60%. അപ്പോൾ ഇതിൽ ഏതായിരിക്കാം നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സിൽറ്റിന്റെ പെർസെന്റേജ് ആണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ നിമി ടെക്സ്റ്റ് ബുക്കിൽ സിൽറ്റിന്റെ പെർസെന്റേജ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 20 to 25% ആണ് നമ്മുടെ സിൽറ്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ബ്രിക്കിലെ കോമ്പോസിഷൻ ഓഫ് എ ഗുഡ് ബ്രിക്കർത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോമ്പോസിഷൻസും കാര്യങ്ങളും അറിയാവുന്നതാണ്. നമ്മൾ അസ്ലീം എന്ന് പറയുന്ന പേരിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അസ്ലീം ഏതാണ്? എ സ്റ്റാൻഡ്സ് ഫോർ അലുമിന, എസ് സ്റ്റാൻഡ്സ് ഫോർ സിലിക്ക, എൽ സ്റ്റാൻഡ്സ് ഫോർ ലൈം, അടുത്ത ഐ സ്റ്റാൻഡ്സ് ഫോർ അയൺ ഓക്സൈഡ്, എം സ്റ്റാൻഡ്സ് ഫോർ മെഗ്നീഷ്യ. അലുമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 20 to 30% ആയിരിക്കും. സിലിക്ക 50 to 60% ആയിരിക്കും. അതേസമയം ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് മോർ ദാൻ 5% ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്ന അയൺ ഓക്സൈഡ് 5 to 6% ആയിരിക്കും. മെഗ്നീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 to 2% അല്ലെങ്കിൽ 2 to 4% ആയിരിക്കും. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ സിൽറ്റിന്റെ പെർസെന്റേജ് നമ്മൾ പറയുന്നില്ല. പക്ഷെ നിമി ടെക്സ്റ്റ് ബുക്കിൽ സിൽറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 20 to 25% ആണ് സിൽറ്റിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറക്കാതെ എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. പിന്നെ ഈ ഒരു ബ്രിക്കിലെ കോമ്പണൻസ് നമ്മൾ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബ്രിക്ക് എർത്തിന്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയുമ്പോഴത്തേക്കും ഈ ഓരോ ഇൻഗ്രീഡിയൻസും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മിച്ച് വെക്കണം. അലുമിനിയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചീഫ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗുഡ് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് അലുമിനിയം എന്ന് പറയുന്നത്. അലുമിനിയം എക്സസ് ആയി കഴിഞ്ഞാൽ വാർപ്പിംഗ്, ഷ്രിങ്കേജ്, ക്രാക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പറയാനുള്ളത് നമ്മുടെ അലുമിനിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിക്കയാണ് അല്ലെ. സിലിക്കയുടെ പെർസെന്റേജ് നമുക്ക് കൂടുതലാണ്. അപ്പൊ സിലിക്കയുടെ പെർസെന്റേജ് കൂടുതലായതുകൊണ്ട് തന്നെ അവയെ നമുക്ക് എന്ത് പറയാം? മേജർ ഇൻഗ്രീഡിയന്റ് ഓഫ് ബ്രിക്കർത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 50 to 60% ആയിരിക്കും. പക്ഷെ ഈ വാല്യൂല് നമുക്ക് നിമി ടെക്സ്റ്റ് ബുക്കിൽ വാല്യൂ ചെറിയൊരു ചേഞ്ച് വരുത്തി പറയുന്നുണ്ട്. നമുക്ക് സാധാരണ റംഗ്വാലയുടെ ടെക്സ്റ്റ് ബുക്കിൽ 50 to 60% ആണ് നമ്മുടെ സിലിക്ക പെർസെന്റേജ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. നിമി ടെക്സ്റ്റ് ബുക്കിൽ 30 to 50% എന്ന് സിലിക്ക പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട്. ആ വാല്യൂ കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെർസെന്റേജ് സിലിക്ക ഇനെ ബ്രിക്ക് എർത്ത് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിൽ നമുക്ക് ഓപ്ഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണ് വന്നിട്ടുള്ളത് അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റംഗ്വാല ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ 50 to 60% ആണ്. നിമി ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നമുക്ക് 30 to 50% ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് നമ്മുടെ ലൈമിനെ പറ്റിയിട്ടാണ്. ലൈം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5% ആണ്. ലൈം നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലൈം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും റെഡ് ഇൻ കളറാണ് ബ്രിക്കിന് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലൈം എക്സസ് ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ഓർ ബ്ലൂയിഷ് കളർ ആയിട്ട് മാറുന്നുണ്ട്. ലൈം ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാലോ നമുക്ക് യെല്ലോയിഷ് കളർ ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് പറയാനുള്ള മെഗ്നീഷ്യ ആണ്. നമുക്ക് ബ്രിക്കിന്റെ ഷ്രിങ്കേജസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ 1 to 2% അല്ലെങ്കിൽ 2 to 4% ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്രിക്കില് മെഗ്നീഷ്യ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ എന്ത് പറ്റാം? കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രിക്കിന് ഡീകെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കെല്ലാം ഒരു പരിമിതിക്ക് അപ്പുറം അല്ലെങ്കിൽ ആ ഒരു തന്നിട്ടുള്ള പെർസെന്റേജിന് അപ്പുറമായിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എങ്കിൽ അവയ്ക്ക് എന്തായിട്ട് മാറും? ഹാംഫുൾ ഇൻഗ്രീഡിയന്റ് ആയിട്ട് മാറാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ പെർസെന്റേജ് നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്ക് ഹൈറ്റ് ഓഫ് ദ ഹീപ്സ് ഓഫ് എ ക്ലേ ഈസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ മാനുഫാക്ചറിങ് ഓഫ് ദ ബ്രിക്കില് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പഠിക്കുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് നോക്കാം. 60 cm to 120 cm, 0.6 meter to 1.2 meter, both A and B, none of this. അപ്പൊ ഇത്രയാണ് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ആ തിയറീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. അതിൽ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാനുഫാക്ചറിങ് സ്റ്റെപ്സ് ഓഫ് ദ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, അടുത്ത് നമുക്ക് മൗൾഡിങ്, ഡ്രൈയിങ്, ബേണിങ്, ഈ 4 സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പറയുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു തരാം. നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പോകുമ്പോഴത്തേക്കും അതിൽ നമുക്ക് UDC, WBT എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 6 സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസോയിലിംഗ്, ഡിഗിങ്, ക്ലീനിങ്, വെതറിംഗ്, ബ്ലെൻഡിങ്, ടെമ്പറിംഗ് എന്നാണ്. അൺസോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലേയുടെ ടോപ്പ് ലെയർ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 20 cm ഡിഗ് ചെയ്ത് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, അതിലെന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാനായിട്ടാണ് നമ്മൾ ടോപ്പ് ലെയർ ഓഫ് എ സോയിൽ നമ്മൾ അൺസോയിൽ ചെയ്ത് കളയുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ തൊട്ട് താഴോട്ടുള്ള സോയിലിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിന് നമ്മൾ ഡിഗിങ് എന്ന് പറയും. കുക്ക് ചെയ്തെടുത്ത സോയിലിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഹീപ്പ് അല്ലെങ്കിൽ ഹീവ് ആയിട്ട് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹൈറ്റ് ഓഫ് ദ ഹീപ്പ് ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്.
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള ഹൈറ്റ് ഓഫ് ദ ഹീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെന്റിമീറ്റർ ടു 120 സെന്റിമീറ്റർ, അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ 600 mm ടു 1200 mm. ഇവ ഏത് തന്നെ ആയാലും ഒന്ന് തന്നെയാണ്, പക്ഷെ ഇവ തമ്മിലുള്ള ആ യൂണിറ്റുകളുടെ വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 0.6 to 1.2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കാം? 60 സെന്റിമീറ്റർ ടു 120 സെന്റിമീറ്റർ ആൻഡ് നമുക്ക് എന്ത് പറയാം, 0.6 to 1.2 മീറ്റർ. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. നമ്മൾ ഹീവ് പോലെ കൂട്ടിയിട്ടതിൽ എന്താണ്, എന്തെങ്കിലും വെജിറ്റേറ്റീവ് മാറ്റേഴ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്ലീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് വെതറിംഗ് ആണ്. വെതറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സോഫ്റ്റനിങ് അല്ലെങ്കിൽ മെല്ലോയിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഒരു ഫുൾ സീസണിലോ അല്ലെങ്കിൽ സം വീക്സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മൺസൂൺ സീസണിലോട്ട് അല്ലെങ്കിൽ നമ്മൾ മഴ കൊള്ളിക്കാനായിട്ട് ഇടുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വെതറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് മീൻസ് എന്താണ്, ഹാർമോണിയസ് മിക്സിങ്ങിനെ ക്ലേ ആണ് നമ്മൾ എന്താ പറയുക ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിന്റെ ഡെഫിഷ്യൻസി എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഹാർമോണിയസ് ആയിട്ട് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടെമ്പറിംഗ് ആണ്. ടെമ്പറിംഗ് എന്ന പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ, അതിനെയാണ് എന്താ പറയുക ടെമ്പറിംഗ് എന്ന് പറയാം. ടെമ്പറിംഗിനെ നമ്മൾ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ടെമ്പറിംഗ് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നീഡിങ് ആൻഡ് പഗ്ഗിങ്. നീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ ആണ് നീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൺ ബൈ യൂസിങ് മെൻ ഓർ കാറ്റിൽസ് ആയിരിക്കും. അതേസമയം പഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടറിനെയാണ് നമ്മൾ പഗ്ഗിങ് എന്ന് പറയുന്നത്. ഡൺ ബൈ യൂസിങ് എന്തായിരിക്കും, പഗ് മില്ലായിരിക്കും. അപ്പൊ നമ്മൾ പഗ് മില്ല് പറയുമ്പോഴത്തേക്കും പഗ് മില്ലിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. പഗ് മില്ലിന്റെ ടോപ്പ് ഡയ എത്രയായിരിക്കും, 1 മീറ്റർ ആയിരിക്കും. പഗ് മില്ല് എങ്ങനെയായിരിക്കുന്നത്, ഈ ഒരു രീതിക്കായിരിക്കാം. അപ്പോ നമുക്ക് പഗ് മില്ലിന്റെ ടോപ്പ് ഡയ എത്രയായിരിക്കും, 1 മീറ്റർ ആണ്. ബോട്ടം ഡയ എന്ന് പറഞ്ഞാൽ 0.8 മീറ്റർ ആയിരിക്കും. അതേസമയം ഹൈറ്റ് ഓഫ് ദ പഗ് മിൽ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആയിരിക്കും. ഡെപ്ത് ബിലോ പെനിട്രേറ്റിംഗ് ദ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 60 to 80 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 6th question. By using the hand molding, how many number of bricks can be molded per day with a working period of 8 hours? അപ്പോൾ ഇത് നമ്മുടെ ബ്രിക്കിലെ തന്നെ മൗൾഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മൗൾഡിങ്ങിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ട, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഹാൻഡ് മൗൾഡിംഗ് ഉണ്ട്, മെഷീൻ മൗൾഡിംഗ് ഉണ്ട്. ഹാൻഡ് മൗൾഡിങ്ങിനെ തന്നെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് മൗൾഡിംഗ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ആൻഡ് ടേബിൾ മൗൾഡിംഗ്. അപ്പൊ നമ്മൾ ഈ ഒരു ഹാൻഡ് മൗൾഡിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ മൗൾഡിന്റെ ടോപ്പും ബോട്ടവും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിന്റെ ഇന്റേണൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 12% ഇൻക്രീസിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് മൗൾഡിങ്ങിനെ നമ്മൾ വീണ്ടും എഗെയിൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് മൗൾഡിങ്ങിനെ വീണ്ടും സ്ലോപ്പ് മൗൾഡിംഗ് എന്നും സാൻഡ് മൗൾഡിംഗ് എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഗ്രൗണ്ട് മൗൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലെയിൻ സർഫസിൽ വെച്ചിട്ട് മൗൾഡ് ചെയ്യുന്നതിനാണ് എന്താ പറയുക ഗ്രൗണ്ട് മൗൾഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്തരത്തില് ഗ്രൗണ്ട് മൗൾഡിങ്ങിന് സാധാരണ 8 hours ഒരു വർക്കറിനെ ഒരു ദിവസം ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്ന ബ്രിക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 750 ബ്രിക്കുകളായിരിക്കും. അതാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 750 ആണ്. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് 500, 1000, അടുത്ത് 2000, 750 എന്ന് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ ഇവിടെയാണ് എത്തിയത് അല്ലേ. നമ്മുടെ ഗ്രൗണ്ട് മൗൾഡിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സ്ലോപ്പ് മൗൾഡിംഗ് എന്നും സാൻഡ് മൗൾഡിംഗ് എന്നും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മൗൾഡിന്റെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലേ പ്ലേസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ആ മൗൾഡിനെ എടുത്തിട്ട് വീണ്ടും അതിൽ ക്ലേ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നമ്മുടെ സ്ലോപ്പ് മൗൾഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ അകത്തൊക്കെ അല്ലെങ്കിൽ നമ്മളെ മൗൾഡിന്റെ അകത്ത് നമ്മൾ സാൻഡ് പാർട്ടിക്കിൾസ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാൻഡ് മൗൾഡിംഗ് എന്ന് പറയുന്നത്. അഗൈൻ ഇവിടെ നമ്മളെ ടേബിൾ മൗൾഡിംഗ് വരുമ്പോഴത്തേക്കും ടേബിളിന്റെ ആ ഒരു ഡയമെൻഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. 2 മീറ്റർ ഇൻറ്റു അല്ലെങ്കിൽ 2 മീറ്റർ ബൈ 1 മീറ്റർ ആണ് നമ്മുടെ ടേബിളിന്റെ ടോപ്പ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഹാൻഡ് മൗൾഡിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മൗൾഡിംഗ് പറയുമ്പോഴായിട്ട് നമുക്ക് എന്ത് പറയണം, മെഷീൻ മൗൾഡിങ്ങിനെ പറ്റി പറയണം. മെഷീൻ മൗൾഡിങ്ങിനെ നമ്മൾ അഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഷീൻ മൗൾഡിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ എന്നും ഡ്രൈ ക്ലേ മെഷീൻ എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്ലേ മിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വയർ ഫ്രെയിം ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുന്ന ബ്രിക്കുകൾ നമ്മൾ വയർ കട്ട് ബ്രിക്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് നമുക്ക് ഡ്രൈയിങ് നമുക്ക് റിക്വയർഡ് ആണ്. ഡ്രൈയിങ് നമുക്ക് എന്താണ്, മസ്റ്റ് ബി റിക്വയർഡ് ആണ്. ഡ്രൈയിങ് മസ്റ്റ് ബി റിക്വയർഡ് ഫോർ നമ്മുടെ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ. ഡ്രൈയിങ് റിക്വയർഡ്. അതേസമയം ഡ്രൈ ക്ലേ മെഷീൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡ്രൈ പൗഡറി ഫോമിലുള്ള മിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ പ്രസ് ചെയ്തിട്ടായിരിക്കും മൗൾഡിൽ പ്ലേസ് ചെയ്യുന്നത്. ഇവയ്ക്ക് നമുക്ക് ഡ്രൈയിങ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഈ ബ്രിക്കുകളെ നമ്മൾ പ്രസ്ഡ് ബ്രിക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഡ്രൈയിങ് ക്യാൻ ബി റിഡ്യൂസ് ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എ ബ്രിക്ക് ഈസ് അബൌട്ട് %. ഡ്രൈയിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബ്രിക്കിന്റെ മോയ്സ്ചർ കണ്ടന്റ് എത്ര % റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള 2%, 1.5%, 5%, 10%. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% ആണ്. നമ്മൾ ഡ്രൈയിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് ഏകദേശം 2% വരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അപ്പൊ ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രിക്കിലെ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ്, 2% ആണ്. ആ ഡ്രൈയിങ്ങിനെ നമ്മൾ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് എന്നും പിന്നെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ നാച്ചുറൽ ഡ്രൈയിങ് എന്നും. അപ്പൊ നാച്ചുറൽ ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺ ഡ്രൈഡ് ആയിട്ട് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 3 to 10 days ആണ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മോയ്സ്ചർ കണ്ടന്റ് ഈസ് അലൗഡ് ടു ഡ്രൈ ടിൽ ദ മോയ്സ്ചർ കണ്ടന്റ് reduced to about 2%. 2% വരെ നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണ്. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങിന് നമുക്ക് 1 to 3 days ആണ് എടുക്കുന്നത്. വളരെ കുറച്ച് ദിവസം മാത്രമേ എടുക്കുള്ളൂ. ലാർജ് സ്കെയിൽ ബ്രിക്കിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ടെമ്പറേച്ചർ ഈസ് യൂഷ്വലി <120°C ആയിരിക്കും നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഡാഷ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ ബ്രിക്ക് ആർ നോട്ട് ഡയറക്ട്ലി എക്സ്പോസ് ടു വിൻഡ് ഓർ സൺ ഫോർ ഡ്രൈയിങ്. അതായത് നമ്മുടെ ബ്രിക്കിനെ നമ്മൾ ഡ്രൈ ചെയ്യിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് സണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക: ഷെഡ്, റൂഫ്, യാർഡ്, സ്ക്രീൻ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കറക്റ്റ് ആണെന്ന് തോന്നും. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ മാത്രമേ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഡ്രൈയിങ് ആയിട്ടിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ടോപ്പിൽ ഒരു ചെറിയൊരു റൂഫൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് സൺ കോൺടാക്ട് വരാത്ത രീതിക്ക് നമുക്ക് ബ്രിക്കിനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, സ്ക്രീൻ ആണ്. നിമി ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ആണ് സ്ക്രീൻ എന്ന് പറയുന്ന ആൻസർ. അപ്പോൾ നമ്മൾ ബ്രിക്ക് ഡയറക്റ്റ് ആയിട്ട് സൺ കോൺടാക്ട് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ക്രീൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹോഫ്മാൻ കിൻ ഈസ് യൂസ്ഡ്. നമ്മുടെ കിൻസിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹോഫ്മാൻ കിൻ, കണൽ കിൻ ആൻഡ് ബുൾ സ്ട്രെഞ്ച് കിൻ എന്ന് പറഞ്ഞ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് കിന്നും ഉണ്ട്, ഇന്റർമീഡിയന്റ് കിന്നും ഉണ്ട്. ഇന്റർമീഡിയന്റ് കിന്നിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: അപ്ഡ്രോട്ട് കിൻ ആൻഡ് ഡൗൺഡ്രോട്ട് കിൻ. കണ്ടിന്യൂസ് കിന്നിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ഹോഫ്മാൻ കിൻ, കണൽ കിൻ ആൻഡ് ബുൾ സ്ട്രെഞ്ച് കിൻ എന്ന് പറഞ്ഞാൽ. ഹോഫ്മാൻ കിൻ എവിടെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി വേൾഡ് വൈഡ്, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി നോൺ ഓഫ് ദിസ്. അപ്പൊ നമ്മൾ ഹോഫ്മാൻ കിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? ഹോഫ്മാൻ കിൻ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വേൾഡ് വൈഡ് ആയിരിക്കും. ഹോഫ്മാൻ കിൻ യൂസ് ചെയ്യുന്നത് അതിന്റെ ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൂഫ് പോലെ ഒരു കവറിംഗ് കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏത് ക്ലൈമറ്റിൽ വേണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കിൻ ഏതാണ്? ബുൾ സ്ട്രെഞ്ച് കിൻ ആണ് ഉപയോഗിക്കുന്നത്. കണൽ കിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലാർജ് സ്കെയിൽ ബ്രിക്കിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് കണൽ കിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് സ്റ്റോണിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഹെവി സ്റ്റോൺ പോസസ്. ഓപ്ഷൻ എ ഡ്യൂറബിലിറ്റി, ഓപ്ഷൻ ബി മോർ കോമ്പാക്ട്നെസ് ആൻഡ് ലെസ് പോറസിറ്റി, ഓപ്ഷൻ സി ഹൈ സ്ട്രെങ്ത്, ഓപ്ഷൻ ഡി നോൺ ഓഫ് ദ എബോവ്. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ ആണ് സെലക്ട് ചെയ്യേണ്ടത്.
നമുക്ക് സ്റ്റോണിന് എന്തായാലും ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അടുത്ത നെക്സ്റ്റ് ഹൈ സ്ട്രെങ്തും ഉണ്ട്, ഇത് നമുക്ക് പറയാവുന്നതാണ്. അതേസമയം ഇവിടെ ഓപ്ഷൻ നമുക്ക് ഓൾ ഓഫ് ദിസ് വന്നെങ്കിൽ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, നമ്മുടെ ഓപ്ഷനില് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റോണിന്റെ പ്രോപ്പർട്ടീസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മോർ കോമ്പാക്ട്നെസ് ആൻഡ് ലെസ് പോറസിറ്റി. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഹെവി സ്റ്റോൺ പോസസ് മോർ കോമ്പാക്ട്നെസ് ആൻഡ് ലെസ് പോറസിറ്റി. ഹെവി സ്റ്റോൺ പോസസ് മോർ കോമ്പാക്ട്നെസ് ആൻഡ് ലെസ് പോറസിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് ഈ ഒരു ആൻസേഴ്സ് എടുത്തിട്ടുള്ളത് നിമ്മി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അതിൽ നിന്നുള്ള രീതിക്ക് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റോൺ ഷുഡ് ബി. പ്രീവിയസ് നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, ലെസ് ദാൻ 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അടുത്ത സി എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, ബി നോട്ട് ലെസ് ദാൻ 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പൊ ഇതിൽ നമുക്ക് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? പ്രീവിയസ് നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമ്മളിത് സ്റ്റോണിന്റെ കേസിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എ റോക്കിൽ നമ്മൾ സെഡിമെന്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്, ഇഗ്നേഷ്യസ് റോക്ക് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇഗ്നേഷ്യസ് റോക്കിന്റെ ഒക്കെ നമ്മുടെ ഈ ഒരു ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, അല്ലെങ്കിൽ ഓൾ ഇഗ്നേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആയിരിക്കും അവയുടെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെറ്റമോർഫിക് റോക്കിനും ഏകദേശം സിമിലർ ടു ദിസ് വാല്യൂ ആയിരിക്കും. പക്ഷെ നമ്മുടെ സെഡിമെന്ററി റോക്കിന് ഇതിനേക്കാളും സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 100 ന്യൂട്ടൺ എം എം സ്ക്വയർ ആയിരിക്കും. ശ്രദ്ധിച്ചു പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർ സീസണിങ് പീരീഡ് ഓഫ് എ സ്റ്റോൺ. നമ്മുടെ സ്റ്റോണിന്റെ സീസണിങ് പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സ്റ്റോണിന്റെ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റോൺ നമ്മൾ ക്വാറി ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിലെന്ത് കാണും? സാപ്പ് കണ്ടന്റ് കാണും അല്ലെ. റിമൂവൽ ഓഫ് സാപ്പിനെയാണ് സാപ്പിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സീസണിങ് ഓഫ് എ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സീസണിങ്ങിന്റെ ആ ഒരു പീരീഡ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 6 months, ഓപ്ഷൻ ബി 6 to 12 months, ഓപ്ഷൻ സി 1 to 3 months, ഓപ്ഷൻ ഡി 3 months. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 6 to 12 months ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കുക, സ്റ്റോൺ മസ്റ്റ് ബി ഫ്രീ ഫ്രം ക്വാറി സാപ്പ് ആഫ്റ്റർ ക്വാറിയിങ് ആൻഡ് ഡ്രസ്സിംഗ്. ദ സ്റ്റോൺ ഷുഡ് ബി ലെഫ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 6 to 12 months ഫോർ ദ പ്രോപ്പർ സീസണിങ്. നമ്മൾ സീസണിങ്ങിന് വേണ്ടി എത്ര ദിവസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 6 to 12 months ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എ ഇഗ്നേഷ്യസ് റോക്ക് ഈസ് ബേസ്ഡ് ഓൺ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എ ഇഗ്നേഷ്യസ് റോക്ക് ഈസ് ബേസ്ഡ് ഓൺ. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എ റോക്ക് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇഗ്നേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഇഗ്നേഷ്യസ് റോക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇഗ്നേഷ്യസ് റോക്കിൽ ആ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെയാ പറയുന്നത്? ഇഗ്നേഷ്യസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, അതിന്റെ മെറ്റമോർഫിക് റോക്ക് പറയാവുന്നതാണ്. അതുപോലെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറയാറുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും പറയാവുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഗ്നേഷ്യസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ഓഫ് ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് റോക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എ റോക്ക് എന്ന് പറയുന്നത്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കെമിക്കൽ ആയിട്ട് അല്ലെങ്കിൽ കെമിക്കൽ കണ്ടന്റിന്റെ അളവിനെ അനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എ റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇഗ്നേഷ്യസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അപ്പൊ ഇഗ്നേഷ്യസ് റോക്കിനെ നമ്മൾ എഗെയിൻ ഏതോ 2 പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ റേറ്റ് ഓഫ് കൂളിംഗ്, ഓപ്ഷൻ ബി ഡെപ്ത് ഫ്രം വിച്ച് ദ എർത്ത് സർഫസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷനിലെ ബോത്ത് എ ആൻഡ് ബി റേറ്റ് ഓഫ് കൂളിങ്ങിനെയും ഡെപ്ത് ഫ്രം വിച്ച് എർത്ത് സർഫസിലെ ഫോർമേഷൻ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ
ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഇഗ്നേഷ്യസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇഗ്നേഷ്യസ് റോക്കിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എഗെയിൻ ഇഗ്നേഷ്യസ് റോക്കിനെ ഈ ഒരു ഡെപ്ത് ഫ്രം വിച്ച് ഫോമിങ്ങിനെയും അതോടൊപ്പം തന്നെ അതിന്റെ റേറ്റ് ഓഫ് കൂളിങ്ങിനെയും ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പബസൽ റോക്ക്, വോൾക്കാനിക് റോക്ക്. അതിലെ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു എർത്ത് സർഫസ് എന്നുണ്ടെങ്കിൽ എർത്ത് സർഫസിൽ നിന്ന് കൺസിഡറബിൾ ഡെപ്തിൽ ഫോം ചെയ്യുന്ന ആ ഒരു റോക്ക് ആയിരിക്കും എന്ന് പറയുന്നത് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. അതേസമയം എർത്ത് സർഫസിൽ നിന്ന് ഷാലോ ഡെപ്തിൽ ഫോം ചെയ്യുന്ന ആളായിരിക്കും ഇത് കൺസിഡറബിൾ ഡെപ്ത്. അടുത്ത് ഷാലോ ഡെപ്തിൽ ഫോം ചെയ്യുന്ന ആളായിരിക്കും ഹൈപ്പബസൽ റോക്ക് എന്ന് പറയുന്നത്. അടുത്ത അതും കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും സർഫസിൽ അല്ലെങ്കിൽ എർത്ത് സർഫസിൽ ഫോം ചെയ്യുന്ന ഒരു റോക്കാണ് വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വോൾക്കാനിക് റോക്ക് എർത്ത് സർഫസിൽ ഫോം ചെയ്യുന്ന റോക്കാണ് നമ്മുടെ വോൾക്കാനിക് റോക്ക്. അപ്പൊ നമുക്കിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അടുത്തിന് റേറ്റ് ഓഫ് കൂളിംഗ് പറയണം അല്ലെ. ഡെപ്ത് ഫ്രം വിച്ച് ദ എർത്ത് സർഫസ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഇതിന്റെ റേറ്റ് ഓഫ് കൂളിംഗ് പറയണം. റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് കൺസിഡറബിൾ ഡെപ്ത് അല്ലെങ്കിൽ നല്ല ഡെപ്തിലിരിക്കുന്ന ഒരു റോക്കാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്ലൂട്ടോണിക് റോക്ക് നല്ല ഡെപ്തിൽ ഇരിക്കുമ്പോഴത്തേക്കും അകത്തുള്ള ഹീറ്റ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ചൂട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് തൊട്ട് മുകളിലോട്ട് ഹൈപ്പബസൽ റോക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ റേറ്റ് ഓഫ് കൂളിംഗിന് എങ്ങനെയായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. അതേസമയം സർഫസിൽ വരുന്ന വോൾക്കാനിക് റോക്കിനാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റ് ഓഫ് കൂളിംഗിന്റെയും അതോടൊപ്പം തന്നെ ഡെപ്ത് ഫ്രം വിച്ച് ദ എർത്ത് സർഫസിൽ ഫോം ചെയ്യുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റോക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അവയുടെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. പ്ലൂട്ടോണിക് റോക്കിന്റെ എക്സാമ്പിൾസ് ഗ്രാനൈറ്റ് ആൻഡ് പിഗ്മറ്റൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈപ്പബസൽ റോക്കിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഡോളറൈറ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ വോൾക്കാനിക് റോക്കിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന ബസാൾട്ട്, ട്രാപ്പ്, പ്യൂമിസ്റ്റോണ്. നമ്മൾ പിന്നെ കുറച്ചധികം എക്സാമ്പിൾസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡിസൈറ്റ്, ഡാസൈറ്റ്, സ്കോറിയ, ടഫ്, ട്രയോലൈറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? നമ്മുടെ വോൾക്കാനിക് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 14th ക്വസ്റ്റ്യൻ, ദ ഫയർ റെസിസ്റ്റന്റ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. നമ്മുടെ ഫയർ റെസിസ്റ്റന്റ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഫയർ റെസിസ്റ്റന്റ് ടെസ്റ്റ് ഫോർ സ്റ്റോണിൽ നമ്മൾ പഠിക്കുന്നതാണ് ഫയർ റെസിസ്റ്റന്റ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫയർ റെസിസ്റ്റന്റ് ടെസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് അതേ സെയിം ആൻസർ വരുന്ന വേറെ ഒരു ടെസ്റ്റ് കൂടെ നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫയർ റെസിസ്റ്റന്റ് ടെസ്റ്റിൽ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്, സെക്കൻഡ് ഓപ്ഷൻ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യം കാർബണേറ്റ്, തേർഡ് ഓപ്ഷൻ പ്രസൻസ് ഓഫ് സോഡിയം കാർബണേറ്റ്, ഫോർത്ത് ഓപ്ഷൻ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആണ്. നമ്മുടെ ഫയർ റെസിസ്റ്റന്റ് ടെസ്റ്റ് നമ്മൾ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസിഡ് ടെസ്റ്റിന് നമ്മൾ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്, ഡ്യൂറബിലിറ്റി കണ്ടുപിടിക്കാനും. അതുപോലെ തന്നെ ആസിഡ് ടെസ്റ്റിന് നമ്മൾ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഫോർ സ്റ്റോൺ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. ഫസ്റ്റ് ടെസ്റ്റ് എന്താണ്? നമ്മുടെ സ്മിത്ത് ടെസ്റ്റ്. സ്റ്റോണിന്റെ ടെസ്റ്റുകളാണ് പറയുന്നത്. സ്മിത്ത് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രസൻസ് ഓഫ് സോൾബിൾ മാറ്റർ കണ്ടുപിടിക്കാനാണ്. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷിംഗ് ടെസ്റ്റ്, കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റോൺ കണ്ടുപിടിക്കുന്നതിനാണ്. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ആസിഡ് ടെസ്റ്റ്, വെദർ റെസിസ്റ്റൻസ് ഓഫ് എ സ്റ്റോൺ അല്ലെങ്കിൽ ചെക്ക് ദ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആസിഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മുടെ അട്രിഷൻ ടെസ്റ്റ് ആണ്. റേറ്റ് ഓഫ് വിയർ ഓഫ് എ സ്റ്റോൺ കണ്ടുപിടിക്കുന്നതിന്, വിയർ ആൻഡ് ടിയർ ഓഫ് എ സ്റ്റോൺ കണ്ടുപിടിക്കുന്നതിനാണ് അട്രിഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ആണ്. ക്രിസ്റ്റലൈസേഷൻ വേറൊന്നുമല്ല, സ്റ്റോൺസിന്റെ ഡ്യൂറബിലിറ്റി അഗൈൻസ്റ്റ് ദ ക്രിസ്റ്റലൈസേഷൻ ഇൻഡ്യൂസ് ഡീകേ ഓഫ് വെതറിംഗ്. അതായത് സ്റ്റോൺസിന്റെ ഡ്യൂറബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത് പറയുന്നത് നമ്മുടെ ഇമ്പാക്ട് ടെസ്റ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പാക്ട് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ടഫ്നെസ് ഓഫ് എ സ്റ്റോൺ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു വിടുക.
നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് അതിന്റെ തവിങ് ടെസ്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോണിന് നമ്മുടെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് അല്ലെങ്കിൽ ഫ്രീസിങ് ആൻഡ് തോവിങ് വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫ്രീസിങ് ആൻഡ് തോവിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ ഹാർഡ്നെസ് ഓഫ് എ സ്റ്റോൺ കണ്ടുപിടിക്കുന്നതാണ് ഹാർഡ്നെസ് ടെസ്റ്റ്. നെക്സ്റ്റ് പറയുന്ന മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ആണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വഴി നമ്മുടെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും സ്റ്റോണിന്റെ ടെക്സ്ചറും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതാണ് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് പറയുന്നത് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ്. എത്ര പെർസെന്റേജ് വാട്ടർ ആണ് നമ്മുടെ സ്റ്റോൺ അബ്സോർബ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റിന് നമ്മൾ ഏകദേശം 24 അവേഴ്സ് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റോണിനായിട്ട് ഓവൻ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് എഗെയിൻ നമ്മൾ അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ റേഞ്ച് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെസ്റ്റ് ഫോർ സ്റ്റോണിൽ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ആർട്ട് ഓഫ് എക്സ്ട്രാക്ടിങ് സ്റ്റോൺ ഫ്രം ദ റോക്ക് ബെഡ് ഈസ് കാൾഡ്. നമ്മുടെ റോക്ക് ബെഡിൽ നിന്ന് നമ്മൾ സ്റ്റോൺ പൊട്ടിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആർട്ടിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ക്വാറിയിങ്, ഓപ്ഷൻ ബി ഡ്രസ്സിംഗ്, ഓപ്ഷൻ സി സീസണിങ്, ഓപ്ഷൻ ഡി എന്താണ് ഓൾ ഓഫ് ദി അബോവ്. ഏതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ആ ഒരു സ്റ്റോൺ ബ്ലോക്കിൽ നിന്ന് റോക്കിൽ നിന്ന് അല്ലെങ്കിൽ റോക്ക് ബെഡിൽ നിന്ന് നമ്മൾ സ്റ്റോണിനെ പൊട്ടിച്ചെടുക്കുന്നതിനെ പറയുന്ന പേരാണ് ക്വാറിയിങ് എന്ന് പറയുന്നത്. അതേസമയം ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ക്വാറി ചെയ്തെടുത്ത റോക്കിനെ അല്ലെങ്കിൽ ക്വാറി ചെയ്തെടുത്ത സ്റ്റോൺസിനെ നമ്മൾ എന്ത് ചെയ്യാണ് സർഫസ് അതിനെ ഷേപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ. സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറി ചെയ്തെടുക്കുന്ന ആ ഒരു സ്റ്റോണിൽ നിന്ന് സാപ്പ് കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ക്വാറിയിങ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, ആർട്ട് ഓഫ് എക്സ്ട്രാക്ടിങ് സ്റ്റോൺ ഫ്രം ദ റോക്ക് ബെഡ് ഈസ് കാൾഡ് ക്വാറിയിങ് ആണ്. ക്വാറി ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്വാറി ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് വരാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ, എക്സാമിനേഷൻ ഓഫ് എ റോക്ക് സർഫസ്. റോക്ക് സർഫസ് എങ്ങനെയാണെന്ന് എക്സാമിൻ ചെയ്യണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിന്റെ ലേ ഔട്ട് എങ്ങനെയാണെന്ന് നോക്കണം. തേർഡ് വൺ, മെൻ ആൻഡ് മെഷീൻ. നമുക്ക് ആ ഒരു പൊട്ടിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ മെൻ ആൻഡ് മെഷീൻസ് ഒക്കെ നമുക്ക് റിക്വയർഡ് ആണ് അല്ലേ, അത് എങ്ങനെയാണെന്ന് അറിയണം. റിമൂവ്ഡ് ഓഫ് ദ ടോപ്പ് സർഫസ് ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോപ്പർ ആയിട്ട് നമുക്ക് ക്വാറി ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ പറയുന്നത് മെത്തേഡ് ഓഫ് ക്വാറിയിങ് ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ നോട്ട് ചെയ്യുന്നതാണ്. ക്വാറിയിങ് ബൈ ഹാൻഡ് ടൂൾസ് ഉണ്ട്, ക്വാറിയിങ് ബൈ യൂസ് ഓഫ് ചാനലിംഗ് മെഷീൻസ് ഉണ്ട്, ക്വാറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ പറയുന്ന ബ്ലാസ്റ്റിംഗ് ജെലാറ്റിനിങ് കൺസിസ്റ്റ് ഓഫ്. നമ്മളിവിടെ പറഞ്ഞായിരുന്നു ക്വാറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ബ്ലാസ്റ്റിംഗ് ജെലാറ്റിനിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. 79% ഓഫ് നൈട്രോഗ്ലിസറിൻ ആൻഡ് 25% സാൻഡി എർത്ത് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 93% നൈട്രോഗ്ലിസറിൻ ആൻഡ് 7% ഗൺ കോട്ട്. ഓപ്ഷൻ സി 50% നൈട്രോഗ്ലിസറിൻ 25% സാൻഡി എർത്ത്. ഓപ്ഷൻ ഡി 93% നൈട്രോഗ്ലിസറിൻ ആൻഡ് 17% ഗൺ കോട്ടൺ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ 93% നൈട്രോഗ്ലിസറിൻ ആൻഡ് 7% ഗൺ കോട്ടൺ ആണ് നമ്മുടെ ഒരു ബ്ലാസ്റ്റിംഗ് ജെലാറ്റിനിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര പെർസെന്റേജ് ആണ് ഓരോന്നിലും അടങ്ങിയിട്ടുള്ളത്, അതായത് നമ്മൾ ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോന്നിന്റെയും നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എക്സ്പ്ലോസീവ്സ് ഏതൊക്കെയാണ്? ബ്ലാസ്റ്റിംഗ് പൗഡർ, ഡൈനമൈറ്റ്, ഗൺ കോട്ടൺ, കോർഡിയേറ്റ്, ബ്ലാസ്റ്റിംഗ് ജെലാറ്റിൻ, ലിക്വിഡ് ഓക്സിജൻ ആൻഡ് ഗെലഗ്നൈറ്റ് ആൻഡ് അടുത്തെന്താ ബ്ലാസ്റ്റിംഗ് ലിക്വിഡ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ബ്ലാസ്റ്റിംഗ് പൗഡർ ആണ്. അതിൽ ചാർക്കോൾ 15%, സാൾട്ട് പീറ്റർ 75%, സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് 10% ആയിരിക്കും. അതാണ് ബ്ലാസ്റ്റിംഗ് പൗഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡൈനമൈറ്റ് ആണ്. ഡൈനമൈറ്റിൽ 25% സാൻഡി എർത്തും 75% നൈട്രോഗ്ലിസറിനും ആയിരിക്കും. ഗൺ കോട്ടൺ ആണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ കോട്ടൺ സാച്ചുറേറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് ആണ് നമ്മൾ എന്താ പറയുന്നത്, ഗൺ കോട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈൽ ബ്ലാസ്റ്റിംഗ് ഡേഞ്ചർ ഫ്ലാഗ് ഷുഡ് ബി ഡിസ്പ്ലേഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഈസ് അബൌട്ട് ഡാഷ് മീറ്റർ. അതായത് നമ്മൾ ബ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ക്വാറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സറൗണ്ടിങ് ഒക്കെ ആൾക്കാരൊക്കെ എന്തായാലും വസിക്കുന്ന ആ ഒരു ചുറ്റുപാട് കാണും അല്ലേ. അപ്പോൾ എത്ര മീറ്ററിന് തൊട്ടായിട്ട് അല്ലെങ്കിൽ എത്ര മീറ്ററിന് അകലെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡേഞ്ചർ ഫ്ലാഗ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. റെഡ് കളർ ഫ്ലാഗ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മളൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. 100 മീറ്റർ, 50 മീറ്റർ, 200 മീറ്റർ, 250 മീറ്റർ ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പ്രിക്വേഷൻ ടു ബി ടേക്കൺ വൈൽ ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് ഈ ഒരു പോയിന്റ്സ് വായിക്കുക. ഈ ഒരു പോയിന്റിലാണ് പറഞ്ഞിട്ടുള്ളത് ഡേഞ്ചർ ഫ്ലാഗ് ഷുഡ് ബി ഡിസ്പ്ലേഡ് അറ്റ് എ ഡിസ്റ്റൻസ് അബൌട്ട് 200 മീറ്റർ അറൌണ്ട് ദ ഏരിയ ഓഫ് എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻ നടക്കുന്ന ആ ഒരു ഏരിയയുടെ 200 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡേഞ്ചർ ഫ്ലാഗ് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ഫ്ലാഗുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആർ ഓൾസോ നോൺ as. ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആർ ഓൾസോ നോൺ as. നമുക്കറിയാം അല്ലെ, കുറെ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസുകൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസിനെ നമ്മൾ വേറെയും പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അത് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കാസ്റ്റ് സ്റ്റോൺ, ഓപ്ഷൻ ബി റീകൺസ്ട്രക്റ്റഡ് സ്റ്റോൺ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ഓപ്ഷൻ എ ആൻഡ് ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ്. ആർട്ടിഫിഷ്യൽ സ്റ്റോണിന് നമ്മൾ നിമ്മി ടെക്സ്റ്റ് ബുക്കിൽ 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കാസ്റ്റ് സ്റ്റോൺ എന്നും റീകൺസ്ട്രക്റ്റഡ് സ്റ്റോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ആൻസർ. ഇവിടെ പറയുന്നുണ്ട് വെറൈറ്റീസ് ഓഫ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. സിമന്റ് കോൺക്രീറ്റ് ബ്ലോക്ക്, രാംസൺസ് പേറ്റൺ സ്റ്റോൺ, ആർട്ടിഫിഷ്യൽ മാർബിൾ, ടെറാസോ, മൊസൈക് ടൈൽസ്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റോൺസ് എന്ന് പറയാം. ഈ ആർട്ടിഫിഷ്യൽ സ്റ്റോണിനെ നമ്മൾ കാസ്റ്റ് സ്റ്റോൺ അതിന്റെ റീകൺസ്ട്രക്റ്റഡ് സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓൾട്ടർ നെയിംസുകൾ മാക്സിമം ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിമ്മിയിൽ ഇങ്ങനെയുള്ള ഓൾട്ടർ നെയിംസുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക, IS കോഡ് ഫോർ ലൈം. ലൈമിന് നമ്മൾ ഉപയോഗിക്കുന്ന IS കോഡാണ് ചോദിച്ചിട്ടുള്ളത്. ലൈമിന്റെ IS കോഡ് എന്ന് പറഞ്ഞാൽ IS 712 1973 ആണ് IS കോഡ് ഫോർ ലൈം എന്ന് പറയുന്നത്. നമ്മുടെ IS 1077, IS 269, IS 2212 ഇങ്ങനെ നമുക്ക് 4 കോഡുകൾ തന്നിട്ടാണ്. അപ്പൊ നമ്മുടെ ലൈമിന്റെ കറക്റ്റ് ആയിട്ടുള്ള കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS 712 1973 എന്ന് പറയുന്ന കോഡാണ് IS കോഡ് ഫോർ ലൈം എന്ന് പറയാം. അപ്പൊ ഈ IS കോഡ് 712 പ്രകാരം നമ്മുടെ ലൈമിനെ ഒരു 5-6 ക്ലാസിഫിക്കേഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ IS 1077 എന്തിന്റെ കോഡാണ്? നമ്മുടെ ബ്രിക്കിന്റെ കോഡാണ് അല്ലെ. അടുത്ത് പറയുന്ന IS 269 ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ കോഡാണ് IS 269. നെക്സ്റ്റ് വൺ IS 2212 ഏതാണ്? ബ്രിക്ക് മേസണറിയുടെ കോഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഡുകൾ കാണുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് ആ കോഡുകൾ എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു IS 712 പ്രകാരം നമ്മുടെ ലൈമിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 6 ടൈപ്പിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, ക്ലാസ് എഫ്, ആ ഒരു രീതിക്കാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ആയിരിക്കും. ഇത് ഹൈഡ്രോളിക് ലൈം ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം ആയിട്ടായിരിക്കും നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. സ്ട്രക്ചറൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ സെമി ഹൈഡ്രോളിക് ലൈം ആയിരിക്കും. പിന്നെ ഇത് ക്യുക്ക് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം ആയിട്ടായിരിക്കും സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ക്ലാസ് സി ആണ്, ഫാറ്റ് ലൈം ആണ്. ഫാറ്റ് ലൈം നമ്മൾ വൈറ്റ് വാഷിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡി ആണ്, ഡോളമേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ലൈമാണ്. വൈറ്റ് വാഷിംഗ് പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ക്ലാസ് ഇ ആണ്, കൺകാർ ലൈൻ. കൺകാർ ലൈൻ നമ്മൾ മേസണറി മോട്ടോഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ക്ലാസ് എഫ്, സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം. നമ്മുടെ IS 712 പ്രകാരം ലൈമിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവയുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പെർസെന്റേജ് ഓഫ് ക്ലേ കണ്ടന്റ് ഇൻ എ ലൈം. നമ്മുടെ ലൈമിൽ അടങ്ങിയിട്ടുള്ള പെർസെന്റേജ് ഓഫ് ക്ലേ കണ്ടന്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 to 20%, 8 to 30%, 5 to 10%, 20 to 25%. അപ്പോൾ ലൈമിൽ അടങ്ങിയിട്ടുള്ള ക്ലേ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 30% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എ ലൈം സ്റ്റോണിന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കുന്നതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ക്ലേ കണ്ടന്റിന്റെ ലൈം എന്ന് പറയുന്നത് 8 to 30% ആയിരിക്കും. അതേസമയം സോൾബിൾ സിലിക്ക ഉണ്ട്. അത് കഴിഞ്ഞ് മെഗ്നീഷ്യം കാർബണേറ്റ് ഉണ്ട്. മെഗ്നീഷ്യം കാർബണേറ്റ് 30% ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലേയുടെ ഹൈഡ്രോളിസിറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് കാരണമാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽക്കലീസ് കണ്ടന്റ് ഉണ്ട്. ആൽക്കലീസ് കണ്ടന്റ് ഏകദേശം 5% ആയിരിക്കും. പിന്നെ പൈറൈറ്റ്സ് ഉണ്ട്. പൈറൈറ്റ്സിന്റെ പ്രസൻസ് ഒട്ടും തന്നെ നമ്മുടെ ലൈമിൽ പാടില്ല. അപ്പോൾ ക്ലേ നമുക്ക് പ്രസന്റ് ആയി കഴിഞ്ഞാൽ ഇത് ഹൈഡ്രോളിസിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സോലബിൾ സിലിക്ക ആണെങ്കിലോ നമ്മുടെ ലോ ടെമ്പറേച്ചറിൽ ഇത് ഇനാക്റ്റീവ് ആയിരിക്കും. അതേസമയം ഹൈഡ്രോളിസിറ്റി ഹൈ ടെമ്പറേച്ചറിൽ ഹൈഡ്രോളിസിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മെഗ്നീഷ്യം കാർബണേറ്റ് സെറ്റിംഗ് സ്ലോ ആയിട്ട് സെറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇമ്പാർട്ട് മോർ സ്ട്രെങ്ത് ഒരുപാടായിട്ട് കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ആൽക്കലി ഏകദേശം 5%
നമുക്ക് ഹൈഡ്രോളിസിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓഫ് സിലിക്ക അറ്റ് ലോ ടെമ്പറേച്ചർ, സിലിക്കയുടെ ആ ഒരു ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൾഫേറ്റ് ഉണ്ട്, നമ്മുടെ ആക്സിലറേറ്റ് പ്രോസസ് ഓഫ് സെറ്റിംഗ് പ്രോസസ്സിനെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അയൺ പൈറേറ്റ്സ് അല്ലെങ്കിൽ പൈറേറ്റ്സ് നമുക്ക് ഒട്ടും തന്നെ ഗുഡ് ലൈമിന് പാടില്ല. അപ്പോൾ ഈ കോമ്പണൻസ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് വൺ പറയുന്നത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് ഓഫ് ദ അസെറ്റ്ലീൻ. ഇത് നമുക്കൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റും കൂടെയാണ്. ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് ഓഫ് അസെറ്റ്ലീൻ. അസെറ്റ്ലീന്റെ മാനുഫാക്ചറിങ്ങിന് നമുക്ക് പ്രൊഡ്യൂസ് ആവുന്ന ബൈ പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഫാറ്റ് ലൈം, പ്യുവർ ലൈം, ഹൈഡ്രോളിക് ലൈം, കാർബൈഡ് ലൈം. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കാർബൈഡ് ലൈം ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് ഓഫ് അസെറ്റ്ലീൻ എന്ന് പറഞ്ഞാൽ കാർബൈഡ് ലൈം ആണ്. കാർബൈഡ് ലൈം ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് മാനുഫാക്ചറിംഗ് അസെറ്റ്ലീൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മോട്ടാർ ഫോർ പ്ലാസ്റ്ററിംഗ് വർക്ക്. നമ്മൾ പ്ലാസ്റ്ററിംഗ് വർക്കിന് മോട്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജനറലി ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ് പർപ്പസിനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബേണിംഗ് ഓഫ് പോളിഷ്ഡ് ടെറാക്കോട്ട ഈസ് നോൺ as. ഫസ്റ്റ് ബേണിംഗ് ഓഫ് നമ്മുടെ പോളിഷ്ഡ് ടെറാക്കോട്ട എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ടെറാക്കോട്ടയെ ബേൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 650 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ ബേൺ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബിസ്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ബിസ്കറ്റിംഗ്, പോളിഷിംഗ്, ബേണിംഗ്, ഓൾ ഓഫ് ദിസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബിസ്കറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ 650 ഡിഗ്രിയിൽ ബേൺ ചെയ്തെടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്ലേസിംഗ് കോമ്പൗണ്ട് അതിലോട്ട് ആഡ് ചെയ്യാണ്. ഗ്ലേസിംഗ് കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ ലെഡിന്റെ ഓറായിട്ടുള്ള നമ്മൾ ഗലീനയാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇത് ഒന്ന് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗലീന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലേസിംഗ് കോമ്പൗണ്ടിനെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്, 1200 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഹീറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ആ ഒരു ടെറാക്കോട്ട എന്നുള്ള പോയിന്റ്സിൽ നിന്ന് വന്നിട്ടുള്ള, ടെറാക്കോട്ട എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നോക്കുക, ദിസ് ഈസ് ഓൾസോ നോൺ as ഫൈൻ ടെറാക്കോട്ട ഓർ ഫെയിൻസ് എന്ന് പറയുന്നുണ്ട്. To obtain this variety of a terracotta, articles are burned at a lower temperature is about 650 degree Celsius. The first burning is known as biscuiting. ഇങ്ങനെ ഒരു 650 ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ചെയ്യിക്കുന്നതിനെ പറയുന്ന പേരാണ് ബിസ്കറ്റിംഗ്. ഇത് പറയുന്നുണ്ട് ഇവിടെ ഗ്ലേസിംഗ് കോമ്പണന്റ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഫയർ ബ്രിക്സ്. ഫയർ ബ്രിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി ക്രോമേറ്റ്, ഓപ്ഷൻ ഡി സിലിക്ക. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ ആൻസർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ തന്നിട്ടുള്ള ആൻസറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോക്സൈറ്റ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഫയർ ബ്രിക്സ്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ബോക്സൈറ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിഫ്രാക്ടറീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. റിഫ്രാക്ടറീസ് എന്ന് പറഞ്ഞാൽ ഹൈ ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽസിനാണ് എന്ന് പറയുന്നത്. റിഫ്രാക്ടറീസ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽസിനാണ് നമ്മൾ റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. അസിഡിക് എന്നും ബേസിക് എന്നും ന്യൂട്രൽ എന്നും നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസിഡിക്കിന്റെ ക്ലാസിഫൈ ഫയർ ക്ലേ, ക്വാർട്സൈറ്റ്, സിലിക്ക വരുന്നുണ്ട്. ഫയർ ക്ലേ ആണെങ്കിൽ നമ്മൾ മാനുഫാക്ചറിംഗ് ഓഫ് ഫയർ ബ്രിക്കിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് ഓഫ് ദ ഫയർ ബ്രിക്ക് ഈസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഫയർ ക്ലേ നമുക്കിപ്പോൾ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ബോക്സൈറ്റ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് പറയുന്നത് ക്വാർട്സൈറ്റ് ആണ്. മേക്കിംഗ് ദ സിലിക്ക ബ്രിക്ക് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്വാർട്സൈറ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ സിലിക്കയാണ്. സിലിക്ക ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സിലിക്ക ബ്രിക്സ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് നമ്മുടെ ഈ ഒരു ന്യൂട്രൽ ബ്രിക്കുകളെ പറ്റിയിട്ടാണ്. ന്യൂട്രൽ ബ്രിക്കിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ബോക്സൈറ്റ്, കാർബൺ, ക്രോമേറ്റ്, ഫോസ്റ്ററൈറ്റ്. അതിൽ ബോക്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫയർ ബ്രിക്കിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാർബൺ ആണ്. ആക്ടിവേറ്റഡ് കാർബൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അബ്സോർബിംഗ് കാറ്റലിസ്റ്റ് ആണ്. ലൈനിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോമേറ്റ് ഇതെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ റിഫ്രാക്ടറി മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വരുന്നത് ഫോസ്റ്ററൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണസിൽ, അത് നമ്മുടെ കോപ്പർ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫർണസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോസ്റ്ററൈറ്റ് എന്ന് പറഞ്ഞത്. അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് നമ്മുടെ ബേസിക് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക് റിഫ്രാക്ടറിന്റെ ക്ലാസിഫിക്കേഷൻ. ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ രണ്ടെണ്ണമാണ് നോക്കുന്നത്, ഡോളമൈറ്റ് ആൻഡ് മഗ്നീഷ്യ. അത് നമുക്ക് ഡോളമൈറ്റ് നമുക്ക് റിഫ്രാക്ടറി ബ്രിക്ക് ആയിട്ട് പറയാവുന്നതാണ്.
അതോടൊപ്പം തന്നെ മെഗ്നീഷ്യ പറയുന്നുണ്ട്. മെഗ്നീഷ്യ ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് മെഗ്നീഷ്യ ബ്രിക്സ്. മെഗ്നീഷ്യ ബ്രിക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മെഗ്നീഷ്യ ഉപയോഗിക്കുന്നത്. അത് ബേസിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത്. നമ്മൾ ബ്രിക്ക് പഠിച്ചപ്പോഴത്തേക്ക് അതിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് പോയായിരുന്നു. അപ്പോൾ അതിന്റെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഇതിൽ വരുന്നത്. ഇത് ജസ്റ്റ് റിഫ്രാക്ടറി എന്ന് പറഞ്ഞ് എടുത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 24th ക്വസ്റ്റ്യൻ ആണ്. ഇൻ മോട്ടോർ സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടർ ഈസ് അബൌട്ട്. നമ്മൾ മോട്ടോർ നമ്മൾ ലേ ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടർ എത്ര ദിവസം വരെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 to 3 days, ഓപ്ഷൻ ബി 7 to 10 days, ഓപ്ഷൻ സി 2 to 5 days, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമ്മൾ മോട്ടോർ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എന്താ പറയാ അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ അതിലൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു മോയ്സ്ചർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ കൂടുതലായിട്ട് ഡ്രൈ ചെയ്തിട്ട് അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ഫുള്ള് റിമൂവ് ആയി പോയിട്ട് അതിന്റെ പുറത്ത് ഹെയർ പിൻ ക്രാക്കുകൾ പോലുള്ള ക്രാക്കുകൾ ഫോം ചെയ്യുന്ന കാരണമായിട്ട് മാറാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് എത്ര ദിവസമാണ് നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. 7 to 10 days ആണ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻ മോട്ടോർ സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടർ ഈസ് അബൌട്ട് 7 to 10 days ആണ്. The water may be sprinkling is about 7 to 10 days ആണ്. To avoid the rapid drying of the motor, exposed surface are sometimes correct to give a protection against sun. സണ്ണിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവര് മോയ്സ്ചർ കണ്ടന്റ് 7 to 10 days മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നീലി ഫെൽഡ് ട്രീ കണ്ടെയ്ൻ മോയ്സ്ചർ കണ്ടന്റ് ഈസ് അബൌട്ട്. അതായത് പുതുതായിട്ട് നമ്മൾ മരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ മരത്തിൽ എത്രത്തോളം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ ഓപ്ഷൻ എ ശ്രദ്ധിക്കാം 50% ഓർ ലെസ്, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 50% ഓർ മോർ, ഓപ്ഷൻ ഡി നോൺ ഓഫ് ദിസ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? നമുക്ക് 50% ഓർ മോർ ആയിരിക്കും. ന്യൂലി ഫെൽഡ് ട്രീയിൽ ഏകദേശം 50% ഓർ മോർ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കുന്നതാണ്. നിമി ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നോക്കുക, when a tree is newly felled, it contains about a 50 or more percentage, like 50% or more its own dry weight of as a water. വാട്ടർ കണ്ടന്റ് അതിൽ 50%, അതിന്റെ ഓൺ വെയിറ്റിനേക്കാളും 50% എന്തായിരിക്കും? വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കെമിക്കൽ സീസണിങ് ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. സോൾട്ട് സീസണിങ്, ബോയിലിംഗ്, നാച്ചുറൽ സീസണിങ്, നോൺ ഓഫ് ദിസ്. അപ്പൊ നമ്മുടെ കെമിക്കൽ സീസണിങ്ങിനെ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. എന്ത് പേരിലെന്നാണ് ചോദിച്ചിട്ടുള്ളത്? കെമിക്കൽ സീസണിങ്ങിനെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സോൾട്ട് സീസണിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ സീസണിങ്ങിന് എക്സാമ്പിൾ ആണ് അല്ലെ. സീസണിങ്ങിനെ നമ്മൾ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? നമ്മുടെ മെത്തേഡ്സ് ഓഫ് സീസണിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സീസണിങ് എന്നും ആർട്ടിഫിഷ്യൽ സീസണിങ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നാച്ചുറൽ സീസണിങ് എന്ന് പറഞ്ഞാൽ എയർ സീസണിങ് ആണ്. നമ്മൾ സൺഡ്രൈഡ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്യുന്നതിനാണ് എന്താ, അല്ലെങ്കിൽ നാച്ചുറൽ എയറിൽ നമ്മൾ ചെയ്യുന്ന സീസണിങ് ആണ് നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത്. അടുത്ത് എഗെയിൻ പറഞ്ഞിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ സീസണിങ് ആണ്. ആർട്ടിഫിഷ്യൽ സീസണിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോയിലിംഗ്, കെമിക്കൽ സീസണിങ്, ഇലക്ട്രിക്കൽ സീസണിങ്, ഇൻ സീസണിങ്, വാട്ടർ സീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബോയിലിംഗ് നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറയുന്ന ഒരു പ്രോസസ്സാണ്. വെരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബോയിലിംഗ്. നമുക്ക് പക്ഷെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വെരി ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. 3 to 4 hours ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിലിട്ടിട്ട് അത് ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് കെമിക്കൽ സീസണിങ് ആണ്. അപ്പോൾ ടിമ്പർ പീസിനെ നമ്മൾ എന്താണ് കെമിക്കൽ സോൾട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സോൾട്ട് കണ്ടന്റ് കാരണം അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് മൊത്തം സോൾട്ട് അബ്സോർബ് ചെയ്തെടുക്കുക. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? കെമിക്കൽ സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോൾട്ട് സീസണിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. നെക്സ്റ്റ് വൺ ഇലക്ട്രിക്കൽ സീസണിങ്. ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്ത് അതിലുള്ള ഒരു ടെമ്പറേച്ചർ, സം പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് മൊത്തം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രിക്കൽ സീസണിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കിൻ സീസണിങ് ആണ്. ഡ്രൈയിങ് ഈസ് കേരിഡ് അറ്റ് എയർ ടൈറ്റ് ചാമ്പർ ഓർ ഓവൻ. ഓവനിലോ എയർ ടൈറ്റ് ചാമ്പറിലോ ചെയ്യുന്ന പ്രോസസ്സാണ് കിൻ സീസണിങ് എന്ന് പറയുന്നത്. 35 to 38 degree Celsius ആയിരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് വാട്ടർ സീസണിങ് ആണ്. ഏകദേശം 2 to 4 weeks നമ്മൾ ആ ഒരു ടിമ്പർ പീസിനെ വെള്ളത്തിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും? സാപ്പ് എല്ലാം റിമൂവ് ചെയ്ത് പോകുന്നതായിരിക്കും. അതിനെ പറയുന്ന പേരാണ് വാട്ടർ സീസണിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Cracks occur in the center of a tree and extending from the pith to sapwood.
പിത്തിൽ നിന്ന് സാപ്വുഡിലോട്ട് നമ്മൾ ആ ഒരു ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്ത് പേരിലാണ് പറയുന്നത്? ഇത് നമുക്ക് ഓപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാം ഷേക്ക് എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഓപ്ഷനിൽ പറഞ്ഞത്? റിംഗ് ഷേക്ക്, സ്റ്റാർ ഷേക്ക്, ഹാർട്ട് ഷേക്ക്, റേഡിയോ ഷേക്ക്. 4ഉം ഷേക്കിൽ നിന്നുള്ള ആൻസർ ആണ്. അപ്പോൾ ഷേക്ക് കാരണം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഡിഫക്റ്റ് ആണ് എന്ത് പറയുന്നത് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഹാർട്ട് ഷേക്ക് ആണ്. പിത്തിൽ നിന്ന് നമുക്ക് സാപ്വുഡിലോട്ട് പോകുന്ന എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഹാർട്ട് ഷേക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫക്ട്സിന്റെ ടിമ്പർ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോമൺ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ, ഇൻസെക്ട്സ്, ഫംഗി, സീസണിങ് അതിന്റെ നാച്ചുറൽ ഫോഴ്സസ്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഡിഫക്ട് ഡ്യൂ ടു കൺവേർഷൻ ആണ്. കൺവേർഷന്റെ പറയുമ്പോഴത്തേക്ക് ചിപ്പ് മാർക്ക് ഉണ്ട്, ഡയഗണൽ ഗ്രെയിൻ ഉണ്ട്, ടോൺ ഗ്രെയിൻ ഉണ്ട്, വെയിൻ ഉണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഡിഫക്ട് ഡ്യൂ ടു ഇൻസെക്ട്സ് പറയുകയാണെങ്കിൽ ബീറ്റിൽസ്, മറൈൻ ബോസ് ആൻഡ് ടെർമൈറ്റ്സ് ആണ് പറയാനായിട്ട് പറ്റുന്നത്. അടുത്ത ഡിഫക്ട് ഡ്യൂ ടു ഫംഗി ആണ്. ബ്ലൂ സ്റ്റെയിൻ, സാപ്പ് സ്റ്റെയിൻ, വെറ്റ് റോട്ട്, ഡ്രൈ റോട്ട്, വൈറ്റ് റോട്ട്, ബ്രൗൺ റോട്ട്, ഹാർട്ട് റോട്ട്. ഇത്രയായിരിക്കും നമുക്ക് ഡിഫക്ട് ഡ്യൂ ടു ഫംഗി ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡിഫക്റ്റിന്റെ ലാസ്റ്റ് ആ ഒരു സ്റ്റേജിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ആ ഒരു ഷേക്ക് നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ് നമുക്ക് ആ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഷേക്കിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ആ ഒരു ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്, ബൗ, കപ്പ്, ചെക്ക്, സ്പ്ലിറ്റ്, കേസ് ഹാർഡനിങ്, വാർപ്പ്, ട്വിസ്റ്റ്, കൊളാപ്സ്, ഹണി കോമിങ്, റേഡിയൽ ഷേക്ക്. അപ്പൊ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സിൽ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഷേക്ക് എന്ന് പറഞ്ഞ ഷേക്കിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു പോയ ആ ഒരു ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞ അതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ബാക്കി ഡിഫക്ട്സുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആ ഷേക്കിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട്? ബേൾസ്, കോളസ്, കെമിക്കൽ സ്റ്റെയിൻ, വാട്ടർ സ്റ്റെയിൻ, കോഴ്സ് ഗ്രെയിൻ, ഡെഡ് വുഡ്, ഡ്രക്സിനസ്, ഫോക്സിനസ്, നോട്ട്, റിണ്ടുകൾ, ട്വിസ്റ്റിംഗ് ഫൈബേഴ്സ്, അപ്സെറ്റ്, വിൻഡ് ക്രാക്ക്, ഷേക്ക്. അപ്പൊ ഷേക്ക് നമുക്ക് ഏതിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത്? നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിന്റെ അണ്ടറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഷേക്കിനെ നമ്മൾ എഗെയിൻ നമ്മൾ കുറെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പോർഷനിലോട്ട് നോക്കാം. ഷേക്കിന്റെ ബേസിൽ നമ്മൾ കപ്പ് ഷേക്ക്, റിംഗ് ഷേക്ക്, ഹാർട്ട് ഷേക്ക്, സ്റ്റാർ ഷേക്ക് ആൻഡ് റേഡിയൽ ഷേക്ക് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് കപ്പ് ഷേക്ക് എന്ന് നോക്കാം. ഇറ്റ് ഇസ് എ കർവ്ഡ് ക്രാക്സ് ആനുവൽ റിംഗ്സ് വിച്ച് ആർ സെപ്പറേറ്റ് ദ ആനുവൽ റിംഗ്സ് പാർട്ട്ലി. ആനുവൽ റിംഗ്സിന് എന്താണ്? പാർട്ട്ലി സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ പാർട്ട്ലി സെപ്പറേറ്റ് ചെയ്യുന്ന ക്രാക്കിനെയാണ് നമ്മൾ എന്താണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? റിംഗ് ഷേക്ക് ആണ്. ആ ഒരു എന്റെ റിംഗ് ഫുൾ ആയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ എന്റെ റിംഗ് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഹാർട്ട് ഷേക്കിനെ പറ്റിയിട്ടാണ്. ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്രാക്സ് വിച്ച് ആർ എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു സാപ്വുഡ്. പിത്തിൽ നിന്ന് സാപ്വുഡിലോട്ട് പോകുന്ന ക്രാക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഷേക്ക് ആണ്. സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞാൽ ക്രാക്സ് ആർ എക്സ്റ്റെൻഡിങ് ഫ്രം ബാർക്ക് ടു സാപ്വുഡ്. ബാർക്കിൽ നിന്ന് സാപ്വുഡിലോട്ട് പോകുന്ന ക്രാക്കിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റേഡിയൽ ഷേക്ക് ആണ്. ഇറ്റ് ഈസ് ക്രാക്സ് റൺ ഫ്രം ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ബാർക്ക്. ബാർക്കിൽ നിന്ന് വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രം ഇന്റീരിയർ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ക്രാക്കിനെ നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. FRP ആണ്. FRP സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ എക്സ്പാൻഷൻ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. FRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഫയർ റെസിസ്റ്റന്റ് പ്ലാസ്റ്റിക്, ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്, ഓപ്ഷൻ സി ഫയർ പ്രൂഫ് പ്ലാസ്റ്റിക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. FRP മീൻസ് ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ആണ്. ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പോ ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്കിനെ നമ്മൾ FRP എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനെ നമ്മൾ ഗ്ലാസ് ഫൈബർ റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ GRP എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ബിൽഡിങ്ങില് ഐഡിയൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു FRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽ ലോഡ്സ് ആർ ക്യാരിഡ് ആർ നോട്ട് വെരി ഹൈ. നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നമുക്ക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്ന ആ ഒരു പോർഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള
മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള FRP നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് നോക്കാം, കോൺക്രീറ്റ് ഷട്ടറിംഗ്, ഡോം റൂഫ്, പാർട്ടീഷൻ വാള്, ഷീറ്റ്, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു FRP അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 29th ക്വസ്റ്റ്യൻ, പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഈസ് ഓൾസോ നോൺ. ഗ്ലാസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഈസ് ഓൾസോ നോൺ. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഫ്ലിന്റ് ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ്, ബോട്ടിൽ ഗ്ലാസ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലിന്റ് ഗ്ലാസ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഈസ് ഓൾസോ നോൺ ഫ്ലിന്റ് ഗ്ലാസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിലെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സോഡ ലൈം ഗ്ലാസ് ആണ്. സോഡ ലൈം ഗ്ലാസിനെ നമ്മൾ കൊമേഴ്ഷ്യൽ ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഡ ഗ്ലാസ്, സോഫ്റ്റ് ഗ്ലാസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഓരോന്നിന്റെ ഓൾട്ടർനേറ്റ്സ് നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. എന്നിട്ട് അതിലെ ഓരോന്നിന്റെയും മിക്സ്ചർ അല്ലെങ്കിൽ അതിന്റെ കോമ്പോണൻസ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഓർമ്മിച്ച് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആണ് പറയുന്നത് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലൈം ഗ്ലാസിനെ നമ്മൾ ബൊഹീമിയൻ ഗ്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ ഹാർഡ് ഗ്ലാസ് എന്ന് വിളിക്കുന്ന നമ്മുടെ പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചോദിച്ച പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലെഡ് ഗ്ലാസിനെ നമ്മൾ ഫ്ലിന്റ് ഗ്ലാസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്യൂസ് ആവുന്നത്, FF അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഫ്യൂസ് ആവുന്നത് പെട്ടെന്നാണ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോൺ ഫ്ലിന്റ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന കോമൺ ഗ്ലാസ് ആണ്, ബോട്ടിൽ ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഗ്ലാസ് ആണ് കോമൺ ഗ്ലാസ്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. പൈറക്സ് എന്ന് പറയുന്ന ട്രേഡ് നെയിമിൽ അറിയപ്പെടുന്ന ഒരു ഗ്ലാസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ഓൾട്ടർ നെയിംസും നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോളാം. ദ പ്രോസസ് ഓഫ് എ സ്ലോ ആൻഡ് ഹോമോജനിയസ് കൂളിംഗ് ഓഫ് എ ഗ്ലാസ് ആർട്ടിക്കിൾ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ അൺലേയിങ്, ഓപ്ഷൻ ബി കാസ്റ്റിംഗ്, ഓപ്ഷൻ സി ബ്ലോയിങ്, ഓപ്ഷൻ ഡി സ്പിന്നിങ്. ഇതിൽ ഏതായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ അൺലേയിങ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. പ്രോസസ് ഓഫ് സ്ലോ ആൻഡ് ഹോമോജനിയസ് കൂളിംഗ് ഓഫ് എ ഗ്ലാസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, അൺലേയിങ് ആണ്. അപ്പോൾ എന്താണ് അൺലേയിങ് എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോസസ് ഓഫ് സ്ലോ ആൻഡ് ഹോമോജനിയസ് കൂളിംഗ് ഓഫ് എ ഗ്ലാസ് ആർട്ടിക്കിൾ ഈസ് നോൺ ആസ് അൺലേയിങ്. ഇതിനെ ഫ്ലൂ ട്രീറ്റ്മെന്റ് എന്നും പിന്നെ അതോടൊപ്പം തന്നെ ഓവൻ ട്രീറ്റ്മെന്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫ്ലൂ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് എ ഗ്ലാസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മുടെ ഓവൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റൽസ് ആൻഡ് അലോയ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ്. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, കോപ്പർ ആൻഡ് നിക്കൽ, കോപ്പർ ആൻഡ് ടിൻ, കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് സ്റ്റീൽ. ഏതായിരിക്കും ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്? കോപ്പർ ആൻഡ് സിങ്ക് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കോപ്പർ ആൻഡ് സിങ്ക് ആണ്. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. അതേസമയം ബ്രോൺസ് എന്നാണ് വന്നിരുന്നെങ്കിലോ കോപ്പർ ആൻഡ് ടിൻ എന്നായന്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മെറ്റൽസ് ആൻഡ് അലോയ്സിലെ കോപ്പർ അലോയ്സ് എന്ന് നോക്കാം. ബ്രാസും പിന്നെ അതോടൊപ്പം തന്നെ ബ്രോൺസും ആണ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ ആൻഡ് സിങ്ക് ആണ് എന്ന് പറയുന്നത് അലോയ് എന്ന് പറയുന്നത്. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും എഗെയിൻ കുറെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. ബ്രാസിനെ നമ്മൾ കാഡ്രിഡ്ജ് ബ്രാസ്, ഡെൽറ്റ മെറ്റൽസ്, പിന്നെ അതോടൊപ്പം തന്നെ ലോ ബ്രാസ്, മോണ്ട് മെറ്റൽസ് അല്ലെങ്കിൽ യെല്ലോ മെറ്റൽസ്, നേവൽ ബ്രാസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെഡ് ബ്രാസ്, വൈറ്റ് ബ്രാസ്, യെല്ലോ ബ്രാസ്. ഇത്രയാണ് നമ്മുടെ ബ്രാസിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോൺസ് ആണ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ ആണ്. കോപ്പർ ആൻഡ് ടിൻ. നമ്മുടെ കോപ്പർ ആൻഡ് ടിന്നിന്റെ അലോയ് ആണെന്ന് പറയുന്നത് ബ്രോൺസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ബെൽ മെറ്റൽസ്, ഗൺ മെറ്റൽസ്. അപ്പോൾ ഇതിലെല്ലാം ഓരോന്നിന്റെയും പെർസെന്റേജും കാര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട്. ആ പെർസെന്റേജും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മാംഗനീസ് ബ്രോൺസ്, ഫോസ്ഫർ ബ്രോൺസ്, പിന്നെ സ്പെക്കുലം മെറ്റൽസ്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ബ്രാസും ബ്രോൺസും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ ഓർ ഓഫ് അലുമിനിയം. ഓർ ഓഫ് അലുമിനിയം നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി ഗലീന, ഓപ്ഷൻ സി ആഴ്സനൈഡ്, ഓപ്ഷൻ ഡി കോപ്പർ ഗ്ലാൻസ്. അപ്പൊ നമ്മുടെ അലുമിനിയത്തിന്റെ ഓർ ഏതായിരിക്കും ആൻസർ വരുന്നത്? ബോക്സൈറ്റ് ആണ് വരുന്നത്. അപ്പൊ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓർ ഓഫ് അലുമിനിയം ബോക്സൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആൻസേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അലുമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് ആണ്. ഇലക്ട്രോളിസിസ് പ്രോസസ് അല്ലെങ്കിൽ നമ്മളെ ബേയസ് പ്രോസസ് ആണ്. നമ്മൾ അലുമിനിയം നമ്മൾ കൺവേർട്ട് ചെയ്ത് ബോക്സൈറ്റ് ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 660 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആയിരിക്കും. അപ്പോൾ ഇതില് ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ്. നെക്സ്റ്റ് കൊബാൾട്ടിന്റെ ബോറാണ് അവിടെ പറഞ്ഞിരുന്ന ആഴ്സനൈഡ്. കോപ്പറിന്റെ ഓറാണ് നമുക്ക്
ചാൽക്കോപ്പറൈറ്റ് അല്ലെങ്കിൽ കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ് എന്ന് പറയുന്നത് കോപ്പർ പൈറൈറ്റ്, മാലക്കൈറ്റ്, അടുത്തെന്താ അസൂറൈറ്റ്, പിന്നെ ലെഡിന്റെ ഓറാണ് ഗലീന. അപ്പൊ ഈ ഓറുകൾ ഓരോന്നിന്റെ അണ്ടറിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ BMന്റെ അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം യൂസ്ഫുൾ ആക്കി വീഡിയോസ് നല്ല രീതിക്ക് കണ്ടിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ലെസൺസ് നന്നായിട്ടൊന്ന് കവർ ചെയ്തുകൊണ്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. Amaze Academy. Call 8281741894.